തീരുമാനിക്കുമ്പോൾ അയാളുടെ കേട് വരുത്ത ശൈത്താൻ പണിയെടുത്തോണ്ടിരിക്കും. നമ്മളിപ്പോ ഇന്ന് നന്നാകാൻ തീരുമാനിക്കുമ്പോൾ ശൈത്താൻ എന്ത് ചെയ്യും പറഞ്ഞാൽ എങ്ങനെ നമ്മൾ കേട് വരുത്താം. ഇപ്പൊ ഒരാൾ തീരുമാനിക്കണം ഇനി മുതൽ രാത്രി നിസ്കാരമൊക്കെ ശരിയാക്കണം, ഇനി മുതൽ ഇന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം, ഇനി മുതൽ ഹറാമൊന്നും കാണില്ല എന്നൊരു മനുഷ്യൻ തീരുമാനിച്ചാൽ ശൈത്താൻ വിടുവോ? വിടൂല. ശൈത്താൻ എങ്ങനെങ്കിലൊക്കെ എന്ത് ചെയ്യും? ആ വഴിയിലൂടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഒരാൾക്ക് ശൈത്താൻ ഒരാളെ അമലിൽ തോൽപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ശൈത്താൻ ചെയ്യുന്നത് അമല് നശിപ്പിക്കുന്ന കാര്യത്തോട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ നല്ല നിസ്കാരമുണ്ട്, സുന്നത്ത് നോമ്പ് എടുക്കുന്നുണ്ട്, ദിക്റുണ്ട്, ദുആണ്ട്, നല്ല ഉഷാറാണ്, ആള് വിവാദത്തുകൾ കുറേ ചെയ്യും. ശൈത്താൻ വിടും. ശൈത്താൻ ചെയ്യുന്നറിയോ? മറ്റൊരാളെ പറ്റി ഇങ്ങനെ വർത്താനം പറയാൻ പറയും, മറ്റേ പെണ്ണ് ശരിയില്ല, ഒരു പ്രശ്നക്കാരിയാണ്. ശൈത്താൻ ചെയ്യും പറഞ്ഞാൽ അവളെ പറ്റി ഇങ്ങനെ വർത്താനം പറഞ്ഞു എന്ന് പറയും. എന്ത് ചെയ്യും? ശൈത്താൻ ഇങ്ങനെ ആക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇയാളുടെ അമല് ഇങ്ങനെ ബാധ്യതയാകും. ഒരാൾ ധാരാളം അമല് ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പൊ ശൈത്താൻ ഒറ്റക്കാവുമ്പോൾ എന്ത് പറയും? ആരും കാണിക്കുന്നു ചെയ്തോ, അപ്പൊ തെറ്റ് ചെയ്തു, അപ്പൊ തിന്മ ചെയ്തു എന്ന് ചെയ്യും. ഒറ്റക്കാവുമ്പോൾ തെറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും പറഞ്ഞാൽ അതൊരു ബാധ്യതയായി പോവുകയാണ്. അപ്പൊ ശൈത്താൻ ഒരാളെ അമല് ചെയ്യുന്നു പറഞ്ഞു വിടുവോ? ഇല്ല. അയാളുടെ അമല് എങ്ങനെങ്കിലൊക്കെ തകർക്കാൻ വേണ്ടി ശൈത്താൻ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. എല്ലാ വഴികളും ചെയ്യും ശൈത്താൻ സ്വീകരിക്കും. സ്വഹാബാക്കളിൽ പോലും അവരെ പോലും ശൈത്താൻ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി എത്ര ശ്രേഷ്ഠരാണ്. ഇബാദത്തുകളിൽ നമ്മളെക്കാളും സുദീർഘമായി രാത്രി നിസ്കരിച്ച ആൾക്കാർ. അമ്പ് തട്ടിയിട്ട് ഖുർആനായത്ത് പാരായണം നിർത്താതെ നിസ്കരിച്ച സ്വഹാബിമാർ. അവരെ തെറ്റിക്കാൻ വേണ്ടി നോക്കിയ ആളാണ് ശൈത്താൻ. ആ ശൈത്താൻ നമ്മളെ എത്ര എളുപ്പമാണ്, അമലെത്ര കുറവാണ്, എന്തൊക്കെ സുരക്ഷ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ അള്ളാഹുവോട് മാത്രം പ്രതിവിധി. ഒരാള് തടിയില്ലാത്ത മെലിഞ്ഞ ഒരാൾ പറയുന്നത് ഇന്ന മരുന്ന് കഴിച്ചാലേ നീ തടിക്കുള്ളൂ എന്ന് പറയുന്നത് പറഞ്ഞാൽ അയാൾ പോയി മരുന്ന് കഴിക്കും. അതേപോലെ ഈ ശൈത്താനിന്റെ ശർറിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ അള്ളാഹുവോട് ചോദിക്കല രക്ഷ. നമ്മൾ ജുമാക്ക് പോകുമ്പോൾ ശൈത്താൻ പണിയെടുക്കുക, ഇന്ന വരെ ജുമാ അങ്ങനെ തെറ്റിക്കുക. നിസ്കരിക്കാൻ പോകുമ്പോൾ ശൈത്താന്റെ പണി ഇന്ന എങ്ങനെ ആ നിസ്കാരം ഉപേക്ഷിക്കാം. പല രൂപത്തിൽ ശൈത്താൻ നോക്കും. ചില ജുമാക്കൾ പറഞ്ഞു ആദ്യം ഷിർക്ക് നോക്കും, നടന്നില്ലെങ്കിൽ അവന്റെ ഇബാദത്തുകൾ നശിപ്പിക്കാൻ നോക്കും, ഫർളായിട്ട് ഉപേക്ഷിക്കാൻ നോക്കും, അതും കിട്ടിയില്ലെങ്കിൽ ഹറാമുകൾ വർദ്ധിപ്പിക്കും, അതും കിട്ടിയില്ലെങ്കിൽ അവന്റെ നന്മകൾ കുറക്കാൻ നോക്കും, അതും കിട്ടിയില്ലെങ്കിൽ അവന്റെ മനസ്സിലേക്ക് ചില വസ്വാസുകൾ ഇട്ട് കൊടുത്തേണ്ടി പോകും. കുറെ യുക്തിവാദ ചിന്തയിലേക്ക് പോയ ആൾക്കാരേക്ക് നോക്കിയാൽ മതി. കുറെ വലിയ കാര്യത്തിൽ വർത്താനം പറയാൻ വേണ്ടി പോയ ആളെ ഇന്ന് യുക്തിവാദിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോ ഇത്തരം വിഷയങ്ങൾ ശൈത്താൻ എന്ത് ചെയ്യും പറഞ്ഞാൽ പല രൂപത്തിൽ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലേക്ക് ചിലപ്പോൾ ശൈത്താൻ വരും. ഒരു മനുഷ്യൻ പറഞ്ഞൊരു നോക്കുന്നില്ലേ, അദ്ദേഹം തീരുമാനിച്ചു ഇനി നല്ല ഒരു മനുഷ്യനായി ജീവിക്കണം, നല്ല മനുഷ്യനായി ജീവിക്കണം. അദ്ദേഹം പറയണേ എനിക്ക് ആ സമയത്ത് എൻ്റെ കുടുംബത്തിൽ വലിയൊരു രോഗമുണ്ട്, ഇത്രയും കാലം ഞാൻ പലിശയിലേക്കോ ഹറാമിക്കൊന്നും പോയിട്ടില്ല, ഞാൻ ഹലാൽ മാത്രം സമ്പാദിച്ച് ജീവിച്ചു വെച്ചു. പക്ഷെ ആ രോഗം വന്ന സമയത്ത് ആ ചികിത്സയ്ക്ക് എനിക്ക് പൈസ ഇല്ലാതെ വന്നു. അപ്പൊ ആൾക്കാരെ എന്നോട് പറയാൻ തുടങ്ങി ഇനിയിപ്പോ ലോണൊക്കെ എടുത്തു, ഇത്രയും പ്രയാസം വന്നില്ല, ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ല, ലോൺ എടുത്തോ എന്ന് പറഞ്ഞ് അയാൾ ലോൺ എടുത്തു. അദ്ദേഹം പറയണേ ആ ലോൺ എടുത്തു മാത്രമല്ല, ആ ചികിത്സ കൊണ്ട് രോഗം മാറി. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ പിന്നീട് ലോഡ് കൂടി അതടക്കാൻ പറ്റാത്ത അവസ്ഥ, പിന്നെ എന്റെ സമാധാനം തന്നെ നഷ്ടപ്പെട്ടു. ഞാൻ പറയണേ ഞാൻ അന്ന് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന്റെ അടുത്ത് പോയിട്ട് കുറച്ച് കടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. എന്റെ മനസ്സിൽ ചെയ്താൽ അന്ന് ലോൺ എടുത്തു എന്നുള്ള വസ്വാസമല്ലോ. അഥവാ ചെയ്ത ഓരോ ആൾക്കാർ ഓരോ രൂപത്തിൽ നശിപ്പിക്കും. ചില മുൻഗാമികളായ പണ്ഡിതന്മാർ പോലും അവരെ വിമർശിച്ച ആൾക്കാരെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, അവരോട് സ്നേഹത്തിലേക്ക് എന്തിനാ പറഞ്ഞ അവര് പറയും ചിലപ്പോൾ ശൈത്താൻ എന്നെ പിടിക്കുക ഈ മനുഷ്യനിലൂടെ. പല ഇൽമുള്ള ആളുകളാന്ന് പറയുന്നവർ പോലും ഈ രൂപത്തിൽ സംസാരിച്ചിരിക്കും, പരസ്പരം തമ്മിൽ തന്നെ. ഇതൊന്നുമില്ല, ശൈത്താൻ ഓരോ ആൾക്കാർ ഇങ്ങനെ തെറ്റിക്കള പണിയും. അപ്പൊ നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ രക്ഷ കൊടുക്കണം, അള്ളാഹുവിനോട് അവയെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അള്ളാഹ് പറഞ്ഞു നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടുക. ഇത് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മക്കൾ പറഞ്ഞു ഖുർആൻ ഓതുന്നത് കൊണ്ട് ചില ലക്ഷ്യങ്ങൾ എത്തിക്കാം. പിന്നെ
നന്മകളുടെ തുലാസുകൾക്ക് ഭാരമുണ്ടാവും. പിന്നീട് ഷിഫാണ്, പിന്നെ പാപങ്ങൾ പൊക്കപ്പെടും, പിന്നെ സംരക്ഷണമാണ്, പിന്നെ സന്മാർഗാണ്. അങ്ങനെ കുറെ വിഷയമുണ്ട് ഖുർആന്റെ വിഷയത്തിൽ. ഉലമാക്കൾ പറയണേ, ഒരാൾ അള്ളാഹുവോട് സഹായം ചോദിക്കാതെയാണ് ഖുർആൻ ഓതുന്നതെങ്കിൽ അള്ളാഹു പറഞ്ഞ ഷിഫാ ഒരു പക്ഷെ ഖുർആൻ ഉപയോഗിക്കില്ല. ഈ വിഷയങ്ങൾ പറയുമ്പോൾ അത് ഓതുന്ന വിഷയത്തിൽ ഫർദാണെന്നും സുന്നത്താണെന്നും മുസ്തഹബാണെന്നൊക്കെ ചില ചർച്ചകളുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് പറയാണ് ഖുർആൻ ഓതുന്നത് കൊണ്ടുള്ള ലക്ഷ്യം ഔദ് ചോദിക്കാതെ കൊണ്ട് ചിലപ്പോൾ നഷ്ടപ്പെടും. അഥവാ ഖുർആൻ ഷിഫയാണ്, കൽബിനുണ്ടാകുന്ന ചില രോഗങ്ങൾക്കുള്ള ഷിഫയാണെന്ന് ഖുർആനിന്റെ പാരായണം. അതൊരാൾക്ക് ശരിക്കും കിട്ടില്ലെങ്കിൽ അയാൾ ആലോചിക്കേണ്ടത് ഖുർആൻ ഓതുന്നതിന് മുമ്പ് ഞാൻ അള്ളാഹുവിന്റെ രക്ഷ ചോദിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ഖുർആൻ എന്നത് രക്ഷയാണ്, ഒരാൾക്കുള്ള ഷിഫയാണ്, ഒരാൾക്കുള്ള ഒരു ശമനാണ്. പക്ഷെ ഒരാൾക്ക് ഖുർആൻ ഓതിയിട്ട് ഒരു മാറ്റം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ അത് അയാൾ അള്ളാഹുവോട് ശരിയായ മനസ്സുകൊണ്ട് ശൈത്താനിൽ നിന്ന് അഭയം ചോദിക്കാത്തത് കൊണ്ടാണ്. അതുപോലെ ചില ഉലമാക്കൾ പറഞ്ഞു ഖുർആൻ ഓതിയാൽ അമലുണ്ടാകണം. സ്വഹാബാക്കളെ സൂറത്തുൽ ബഖറ പഠിക്കാൻ കൊല്ലങ്ങൾ എടുത്ത സ്വഹാബിമാരുണ്ട്. എന്തിനാണ്? ഹിഫ്ളാക്കാനല്ല. ഖുർആൻ പഠിച്ചാൽ അമലുണ്ടാകും. നമ്മൾ ഒരു വിഷയം പഠിച്ചാൽ അതുകൊണ്ട് അമല് ചെയ്യണം. ഖുർആൻ പഠിക്കേണ്ട ഒരു അമലും ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? നമുക്ക് ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതാണ്. ശരിയായ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. അതെന്തുകൊണ്ടാണ്? അല്ലാഹുവോട് ശരിയായ രൂപത്തിൽ ശൈത്താനിൽ നിന്ന് അഭയം ചോദിക്കാത്തതുകൊണ്ടാണ് എന്ന് ഈ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു. അപ്പൊ അല്ലാഹുവോട് ഏത് ആയത്തുകൾ പാരായണം ചെയ്യുമ്പോഴും ഏത് സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോഴും എന്ത് ചെയ്യാം? ഔദും അല്ലാഹുവോട് അഭയം ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി റസൂല് ഉറങ്ങി എഴുന്നേറ്റ് റസൂൽ നിസ്കരിക്കും. അപ്പോൾ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് കൈകെട്ടി റസൂല് സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിന് മുമ്പ് അല്ലാഹുവോട് അഭയം ചോദിക്കുക. أعوذ بالله من الشيطان الرجيم من حمزه ونفخه ونفثه. അതാ ശൈത്താനിന്റെ ഊതിൽ നിന്ന്, ശൈത്താനിന്റെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന്, ശൈത്താനിന്റെ മന്ത്രങ്ങളിൽ നിന്ന്, ശൈത്താനിന്റെ കടിയിൽ നിന്ന് ഇതിനൊക്കെ എനിക്ക് സംരക്ഷണം നൽകണമെന്ന് റസൂൽ പ്രാർത്ഥിക്കുന്നു. പല ദുആകൾ നോക്കിയ എന്ന് വെച്ച് തുറന്നിട്ടില്ലേ? ഇതൊക്കെ അള്ളാഹുവോട് രക്ഷ ചോദിച്ചാൽ കിട്ടുന്നതാണ്. അത്തരം വിഷയങ്ങളിൽ നമ്മൾ തീരുമാനിച്ചുകൊണ്ട് നടക്കൂല. അള്ളാഹിന്റെ രക്ഷണ വേണം. ഇപ്പൊ ശൈത്താന് ഒരാൾ പറയണേ ഞാൻ എനിക്ക് നന്നാകാൻ തീരുമാനിച്ചു, ആൾ അഭയം ചോദിച്ചുകൊണ്ടിരിക്കും. ശൈത്താനിൽ നിന്ന് അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ശൈത്താൻ അയാളെ തകർക്കാൻ വേണ്ടി പിന്നാലെ ഒന്നും കിട്ടിയില്ല, വേറെ വഴി. അപ്പൊ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്ത് ചെയ്യാം? ഓതി എന്ത് ചെയ്യുക? ഖുർആൻ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ബസ്മല, ബസ്മല എന്ന് പറഞ്ഞാൽ ഔദു ഇസ്തിആദ, ബസ്മല. അതുപോലെ തന്നെ ബിസ്മി ചൊല്ലുക. ഏത് ഖൈറ് തുടങ്ങുന്നു ബിസ്മി ചൊല്ലുക. ഓക്കെ, ആമായി പൊതുവായിട്ടുള്ള നിയമമുണ്ട്. ഏത് ഖൈറ് തുടങ്ങുന്നു ബിസ്മി പറയാം. ഏത് നന്മയ്ക്ക് എന്ത് ചെയ്യാം? ബിസ്മി പറയാം. മുൻഗാമികൾ എഴുതുന്ന കത്തിൽ എന്ത് ചെയ്യും? ബിസ്മി എഴുതാറുണ്ട്. ഒരു ബിസ്മി കൊണ്ടാണ് ആ കത്ത് ആരംഭിക്കുക. ഏത് ഖൈറിനും എന്ത് ചെയ്യാം? ബിസ്മി. അതുപോലെ തന്നെ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യാം? ഖുർആൻ ഓതുന്ന സമയത്ത് വുളു ഉണ്ടായിരിക്കാൻ എന്ത് ചെയ്യാം? ശ്രദ്ധിക്കുക. നമ്മൾ നഷ്ടപ്പെടുത്തരുത്. വുളു സുന്നത്താണോ മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ഉണ്ടെങ്കിലും ഖുർആൻ ഓതുന്ന സമയത്ത് ത്വാഹിറായിരിക്കുക, ശുദ്ധിയുള്ള ആയിരിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഔദും ബിസ്മിയും ഓതുന്നതിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് സൂറത്തിലേക്ക് പോവാം. സൂറത്ത് ഹജ്ജിന്റെ പ്രാധാന്യം മനസ്സിലായില്ലേ? എന്തൊക്കെയായിരുന്നു? ഇബാദത്തുകളുടെ പേരുള്ള ഏക സൂറത്ത്, 2 സുജൂദുകളുള്ള സൂറത്ത്. 2 സുജൂദുകൾ പറഞ്ഞ സ്വഹാബിമാര് ഉമർ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു. മക്കി മദനി ഇഖ്തിലാഫുള്ള വിഷയം 2 സ്ഥലങ്ങളിൽ ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. പിന്നെ പറഞ്ഞു 78 ആയത്തുകളുള്ള
യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും. എന്താ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം, റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഇന്ന സൽസലത, തീർച്ചയായും സൽസല എന്ന് പറഞ്ഞാൽ ഇളക്കം, പ്രകമ്പനം എന്നൊക്കെ പറയും. ഓക്കെ, സൽസലത സാഅതി, സാഅത്ത് പറഞ്ഞാൽ സമയം. സാഅത്ത് പല രൂപത്തിൽ ഉപയോഗിക്കും. ഒന്ന് വാച്ചിന് ഉപയോഗിക്കും, സാഅത്തിനുള്ള വാച്ചിന് ഉപയോഗിക്കും. പിന്നെ സമയത്തിന് ഉപയോഗിക്കും. മറ്റൊന്ന് അന്ത്യസമയത്തിന് ഉപയോഗിക്കും. അന്ത്യനാൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് സാഅത്ത്. ഓക്കെ, ഇവിടെ അന്ത്യദിനാണ് ഉദ്ദേശം. ഷൈഉൻ, ഷൈഉൻ, ഷൈഉൻ പറഞ്ഞ കാര്യം, ഷൈഉൻ എന്ന് പറഞ്ഞ കാര്യം. അദീം, വമ്പിച്ച അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമുള്ള കാര്യമാണെന്ത്? ലോകാവസാനം എന്നുള്ളത് എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. ഈ സൂറത്ത് അവതരിച്ച സമയം ഒരു യുദ്ധത്തിന് പേര് പറഞ്ഞില്ലേ? ബനൂൽ മുസ്തലഖ് യുദ്ധത്തിന്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ സൂറത്ത് അവതരിക്കുന്നത്. അപ്പൊ അല്ലാഹു പറയണേ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കും. ഇന്ന സൽസലത സാഅതി ഷൈഉൻ അദീം. ഇന്ന സൽസലത സാഅതി ഷൈഉൻ അദീം. പ്രകമ്പനം എന്നുള്ളത് മഹാനായ ഒരു സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളതിന്റെ ഓർമ്മ. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നത്, പ്രകമ്പനങ്ങൾ ലോകാവസാനത്തിന് അടയാളപ്പെട്ടാണ്. കുറേ പ്രകമ്പനങ്ങൾ ഉണ്ടാകും. ഭൂമി എന്ത് ചെയ്യും? കുറേ പ്രകമ്പനങ്ങൾ ഭൂമിയിൽ എന്ത് ചെയ്യും? ഉണ്ടാകും. അതുപോലെ തന്നെ സമയത്തിന്റെ ദൈർഘ്യം കുറയും. സമയത്തിന്റെ ദൈർഘ്യം കുറയും. ഹദീസിലുള്ളത് ആഴ്ചകൾ ദിവസത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കും, മാസങ്ങൾ ആഴ്ചയുടെ വേഗതയിൽ സഞ്ചരിക്കും, വർഷങ്ങൾ മാസത്തിന്റെ വേഗത്തിൽ സഞ്ചരിക്കും. അപ്പൊ അത്രയും വേഗത്തിൽ എന്ത് ചെയ്യും? ലോകാവസാനത്തിന്റെ അടയാളപ്പെട്ടിട്ടാണ് ഇത്ര വേഗത്തിൽ എന്ത് ചെയ്യും? സഞ്ചരിക്കുന്നുള്ളതാണ്. അപ്പൊ അല്ലാഹു പറയണേ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു. കാരണം ഈ ദുനിയാവ് അവസാനിക്കുക എന്നുള്ളത് അത് വലിയ ഒരു കാര്യമാണ്. യൗമ, യൗമ എന്ന് പറഞ്ഞാൽ ദിവസം. തറൗനഹ, തറ കാണുക, തറൗനഹ അതിനെ കാണുന്ന ദിവസം. ഏതിനെയാണ്? ലോക അവസാനം, അന്ത്യനാൾ കാണുന്ന സമയം, ആ ദിവസം എന്നുള്ളത് തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതറു കുല്ലു ദാതി ഹംലിൻ ഹംലഹ. അഥവാ വിട്ടേച്ചു പോകുന്ന ഒരു സമയമാണ്. തദ്ഹലു, ഉപേക്ഷിച്ചു പോകുന്ന ഒരു സമയമാണ്. ഏത് സമയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുല്ലു മുർദിഅത്തിൻ, മുർദിഅത്ത് എന്ന് പറഞ്ഞാൽ മുലയൂട്ടുന്ന സ്ത്രീകൾ. അമ്മാ അർദഅത്, അവരെന്തിനെയാണോ മുലയൂട്ടുന്നത് അതിനെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സമയം. ശരിക്ക് ഉമ്മാനും മൂന്നോട് പറയാനുള്ള കാരണം എന്താ? ഉമ്മാർക്കാണ് മക്കളുടെ മേലെ ഉപ്പാനെ കണ്ടു സ്നേഹമുണ്ട. നമ്മൾ എത്ര വാദിച്ചാലും ഉമ്മാർക്കാണ് ഉപ്പാനെ കണ്ടു മക്കളുടെ സ്നേഹമുണ്ടാവും. ചിലപ്പോൾ ഉപ്പ വലിയ വില കൊടുക്കുന്ന സാധനങ്ങളുണ്ടാവും, പണിയെടുക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട്. അതൊന്നും ഞാൻ ഇല്ലാന്ന് പറയില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്നുള്ളത് ഉമ്മാരാണ് ഉപ്പമാരെക്കാളും മക്കളെ സ്നേഹിക്കുന്നത്. വലിയൊരു ഉദാഹരണമാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്ക് ഏകദേശം 1.5 വയസ്സായി. അപ്പോൾ നമ്മൾ കുട്ടികൾ രാത്രി ബാധിക്കാൻ ഉമ്മാരൊരിക്കലും ചെയ്യില്ല, എനിക്ക് ഉറക്കാണ്, പാലും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മാരെ ആ ഉറക്കത്തിൻ്റെ സമയത്ത് അത് ഒരു ദിവസം 2 ദിവസം ആലോചിച്ചു 2 കൊല്ലത്തോളം ചെയ്യും. ഉമ്മ ഉറക്കത്തിൽ, നമ്മൾ ഒരു ദിവസം ഉറക്കത്തിന് ഒരാൾ ഒരു ദിവസം എഴുന്നേൽപ്പിച്ച് നമ്മളെന്ന് പറയും, ഇന്നത്തെ ഉറക്കം റെഡിയായില്ല. പക്ഷെ ഉമ്മാര് ആ ഉറക്കത്തിന് എന്ത് ചെയ്യും?
മക്കളുടെ വിഷയത്തിൽ ഉമ്മാരനുഭവിക്കുന്നത് പോലെ മാനസികപരമായ ഒരു വേദന ഉപ്പാക്കുണ്ടാവില്ല. എൻ്റെ അടുത്ത് ഉപ്പാക്ക് സ്നേഹമില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഉപ്പാക്ക് മക്കളോട് ഇഷ്ടംപോലെ സ്നേഹമുണ്ട്, ഒരുപാട് മക്കൾക്ക് വേണ്ടിയിട്ട് ഉപ്പാക്ക് ജീവിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ ഉമ്മാര് എന്നുള്ളത് പിതാക്കളെക്കാളും മക്കളോട് സ്നേഹമുണ്ടാകും. الله أكبر الله